പ്രണയിനി ഭാഗം 34. മുന്നിൽ നിൽക്കുന്നവളെ കാണുന്തോറും എഡിയിലും അപ്പുവിലും ദേഷ്യം ഇരച്ചു കയറിയെങ്കിലും ഇപ്പോൾ തങ്ങൾ കാരണം ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതി അവർ അവളെ മറികടന്നുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. എന്നാൽ അവർ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കണ്ട ശില്പ വീണ്ടും ദേഷ്യത്തോടെ നടന്നു പോകുന്നവർക്ക് മുന്നിൽ ചെന്ന് നിന്നു. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങൾക്ക് നീ പറയാനുള്ളത് കേൾക്കണ്ട എങ്കിലോ? അവൾ പറഞ്ഞു കഴിയുന്നതിന് മുന്നേ അപ്പു പറഞ്ഞു. പ്ലീസ് അർണവ്, എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം. ഇപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണെങ്കിലും അത് വേഗം തീർത്തിട്ട് ഇവിടെ നിന്നും നിങ്ങൾ തിരിച്ചു പോകണം, പ്ലീസ്. എന്തൊക്കെയോ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള അവളുടെ വാക്ക് കേട്ടപ്പോൾ അവർ പരസ്പരം ഒന്ന് നോക്കി. മനസ്സിലായില്ല അപ്പു. ഇതിൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു അർണവ്? നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണക്കാര്യം അമ്മയോട് പറയാനും അനുഗ്രഹം വാങ്ങാനുമല്ലേ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അനുഗ്രഹം മാത്രമാക്കണ്ട, ഇവിടെ വെച്ച് തന്നെ വേഗം കല്യാണം കൂടെ കഴിഞ്ഞു പോയിക്കോ. അത് പറയുമ്പോൾ എന്തുകൊണ്ടോ ശില്പയുടെ മേകൾ ഈറനണിഞ്ഞിരുന്നു. ഇതേസമയം അവളുടെ ആ ഒരു സംസാരത്തിലും ഭാവമാറ്റത്തിലും ആകെ ഞെട്ടി നിൽക്കുകയാണ് അപ്പു. എഡിയിൽ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടോ ആരുവിനെ ഓർക്കുമ്പോൾ അവന് ശില്പയെ കാണുന്നത് തന്നെ അറപ്പും വെറുപ്പുമായിരുന്നു. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ എന്നോട് നല്ല ദേഷ്യമായിരിക്കുമെന്ന്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണം, പ്ലീസ്. നിങ്ങളിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നീറി നീറി കഴിയുകയാണ് ഞാൻ. എനിക്കെൻ്റെ ഭർത്താവിനെ വേണം. മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എൻ്റെ വേറൊരു മുഖം നിങ്ങൾ കാണും. അത്രയും പറഞ്ഞുകൊണ്ട് പോകുന്നവളെ അപ്പു സംശയത്തോടെ നോക്കി. ഇവൾക്കെന്താ ഭ്രാന്തായോ എഡി? എന്തൊക്കെയാ ഇപ്പോൾ പറഞ്ഞു പോയത്? അപ്പുവിൻ്റെ സംസാരം കേട്ടപ്പോൾ എഡി അത് ശ്രദ്ധിക്കാതെ അവനൊപ്പം മുന്നോട്ട് നടന്നു. നീ അത് വിട അപ്പു. ആ ഡാഷ് മോളെ ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ട. ഇപ്പോൾ നല്ലതായി അഭിനയിച്ച് വീണ്ടും നമുക്ക് നേരെ തിരിയാൻ അവളുടെ ഭാവമെങ്കിൽ കർത്താവാണ്, അവളുടെ മരണം എൻ്റെ കൈകൊണ്ടാവും. കലിയോടെ പറഞ്ഞുകൊണ്ടവൻ താഴേക്ക് നടന്നു, കൂടെ അപ്പുവും. ഇതേസമയം ഫ്രഷായി ഒരു ബ്ലാക്ക് കളറിലുള്ള ധാവണിയൊക്കെ ഉടുത്ത് പുറത്തേക്കിറങ്ങിയ ആരു നേരെ കീർത്തുവിൻ്റെ മുറിയിലേക്ക് നടന്നു. അപ്പോൾ ബെഡിൽ ഒരു തലയിണയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ശാന്തമായി ഉറങ്ങുന്ന കീർത്തുവിനെ കണ്ടപ്പോൾ ആരുവിൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. പതിയെ ശബ്ദമുണ്ടാക്കാതെ ബെഡിൽ ചെന്നിരുന്നു കൊണ്ട് ആരു കീർത്തുവിൻ്റെ മേലെ കിടന്നു. ഷോ, ഒന്ന് പോവാ അപ്പു ഏട്ടാ, ഞാൻ ഉറങ്ങട്ടെ. തൻ്റെ മേലെ കിടന്നത് അപ്പു ആണെന്ന് കരുതി പെണ്ണ് ഉറക്കപ്പിച്ചിൽ പറയുന്നത് കേട്ടപ്പോൾ ആരു ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് ശബ്ദമുണ്ടാക്കാതെ പതിയെ ചിരിച്ചു. കീർത്തു നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ ആരുവിന് പിന്നെ അവളെ വിളിക്കാൻ തോന്നിയില്ല. പിന്നെ കുറച്ചു മുന്നേ ഇച്ചായൻ്റെ റൊമാൻസ് കൂടെ ആയതുകൊണ്ടും പെണ്ണാകെ ക്ഷീണത്തിലായതുകൊണ്ട് പിന്നൊന്നും നോക്കാതെ കീർത്തുവിനെയും കെട്ടിപ്പിടിച്ചങ്ങ് കിടന്നുറങ്ങി. അമ്മ ഒന്നും പറഞ്ഞില്ല. സോഫയിലിരിക്കുന്ന ശോഭാമ്മയുടെ ഇരുവശത്തും ചെന്നിരുന്നു കൊണ്ട് തങ്ങളുടെ ഉദ്ദേശം പറയുകയാണ് എഡിയും അപ്പുവും. എന്നാൽ തങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ ശോഭ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന കണ്ട അപ്പു നെഞ്ചിടിപ്പോടെ ആയിരുന്നു ചോദിച്ചത്. കാരണം അമ്മ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കീർത്തുവിനെ വിവാഹം ചെയ്യാൻ സാധിക്കില്ല എന്നവനെ നന്നായി അറിയാമായിരുന്നു. മോനെ അപ്പു, എനിക്കറിയാം നിങ്ങളെ. എൻ്റെ മോളുടെ മനസ്സിൽ കുഞ്ഞുനാൾ മുതലേ നീയാണെന്നും അറിയാം. അതിൽ അമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എഡി മോന് ആരുമോൾ ആരാണെന്നും എന്താണെന്നും അമ്മയ്ക്ക് മനസ്സിലായതാ. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം എഡിയുടെയും അപ്പുവിൻ്റെയും കൈപിടിച്ചുകൊണ്ട് ശോഭ പറയുന്നത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും ശോഭയെ നോക്കി മനസ്സ് നിറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു. അമ്മച്ചിക്ക് എന്താ ഒരു സങ്കടം പോലെ? വേറെ എന്തേലും പ്രശ്നമുണ്ടോ? ശോഭയുടെ മുഖത്തെ സങ്കടം കണ്ട എഡി ഒരു മകൻ എന്ന പോലെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവർ നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി. മോനെ, ആരുമോളെ എനിക്ക് കീർത്തുവിനേക്കാൾ ഒത്തിരി ഇഷ്ടമായിരുന്നു. അവളെ മകളെ പോലെയാണ് ഞാൻ നോക്കിയതെങ്കിലും എൻ്റെ മനസ്സിൽ നിറയെ അവളെ മരുമകളായി എൻ്റെ നന്ദൻ്റെ ഭാര്യയായി കൊണ്ടുവരണമെന്നായിരുന്നു. പക്ഷെ അവന് അവളെ നേടാനുള്ള വിധി ഇല്ലാതായിപ്പോയി. അതുകൊണ്ടല്ലേ എല്ലാം ഉറപ്പിച്ചിട്ടും അവസാനം ഇങ്ങനെയൊക്കെ ആയത്. എന്തോ അതൊക്കെ ഓർത്തപ്പോൾ ഒരു സങ്കടം. വിഷമത്തോടെയുള്ള അവരുടെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു ആരും അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളാണെന്ന്. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ എഡിയിലും അപ്പുവിലും വേദന നിറഞ്ഞിരുന്നു. അമ്മച്ചി ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാം കർത്താവിൻ്റെ ഓരോ തീരുമാനങ്ങളല്ലേ. എന്തായാലും ആദ്യ അവൾ എൻ്റെ ജീവനാ, പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. എഡി പറയുന്നത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു. എന്നാൽ ഇതേസമയം വാതിലിന് മറവിൽ നിന്നുകൊണ്ട് എല്ലാം കണ്ടും കേട്ടും നിന്ന നന്ദൻ നിറഞ്ഞ കണ്ണുകളോടെ തിരിഞ്ഞു നടന്നു. ശരിയാ, എല്ലാം എൻ്റെ തെറ്റാ. ബലമായി അവളുടെ സ്നേഹം പിടിച്ചു വാങ്ങിയത് ഞാനാ. പിന്നെ അവളെ വേണ്ടെന്ന് വെച്ചത് ഞാനാ. പക്ഷേ ഞാനും മനഃപൂർവ്വമായിരുന്നില്ലല്ലോ. അവൾ ആ ശില്പയുടെ ചതിയിൽ വീണു പോയതല്ലേ. അപ്പോൾ പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്തു കാര്യം?
ഇല്ല, അങ്ങനെ ഒരിക്കലൊരു തെറ്റ് സംഭവിച്ചു എന്ന് വെച്ച് എനിക്കവളെ വിടാനാവില്ല. എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിക്കണം. അവളെ സമ്മതമില്ലെങ്കിലും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എഡ്ഡിക്കെന്നല്ല ആർക്കും അവളെ എന്നിൽ നിന്നും പിരിക്കാനാവില്ല. അതുകൊണ്ട് അവരിവിടെ നിന്നും അവളെ കൊണ്ടുപോകുന്നതിന് മുന്നേ നമ്മുടെ കല്യാണം നടന്നിരിക്കണം. ഓർത്തുകൊണ്ടവൻ മുന്നോട്ട് നടന്നു. വൈകുന്നേരം ശോഭയുടെ അനുവാദം വാങ്ങി അപ്പുവിൻ്റെയും ആരുവിൻ്റെയും വീട്ടിലേക്ക് പോവുകയാണ് 4 പേരും. കൂടെ ശില്പയും ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആരുവിനോടും കീർത്തുവിനോടും കമ്പനിയായി നന്ദനെ തനിക്ക് മാത്രമായി മാറ്റണമെന്ന ചിന്തയിൽ ശോഭയോട് കുറേ പറഞ്ഞ് സമ്മതിപ്പിച്ചാണ് അവൾ അവരൊപ്പം പോയത്. എന്നാൽ വീട്ടിലേക്കുള്ള യാത്രയിൽ ശില്പയെ അവരുടെ അടുത്തേക്ക് പോലും അടുപ്പിക്കാത്ത വിധത്തിൽ എഡ്ഡിയും അപ്പുവും അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ശില്പയിൽ അതൊരു വിഷമമുണ്ടാക്കിയെങ്കിലും നന്ദന് വേണ്ടി എന്തും സഹിക്കാൻ അവൾ തയ്യാറായിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ചെറിയൊരു ഇരുനില വീടിന് മുന്നിൽ അവർ ചെന്നെത്തി. അതിനു മുന്നിലായി നിൽക്കുമ്പോൾ ആരുവിൻ്റെ നിറഞ്ഞ മിഴികൾ ആ വീടിൻ്റെ പിറകിലായി ഒരു ചെമ്പകമരത്തിൻ്റെ താഴെ അടക്കം ചെയ്തിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്കായിരുന്നു. അതറിഞ്ഞ പോലെ അപ്പു എഡ്ഡിയോട് കണ്ണ് കാണിച്ച ശേഷം ആരുവിൻ്റെ തോളിൽ പിടിച്ച് അവനോട് ചേർത്തുകൊണ്ട് അവിടേക്ക് നടന്നു. കൂടെ അവർക്ക് പിറകിലായി എഡ്ഡിയും കീർത്തുവും നടന്നു. ശില്പ അവർക്കൊപ്പം പോകാതെ വീടിന് മുന്നിലായി നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് ഏട്ടനും അനിയത്തിയും അവരുടേതായ ലോകത്തായിരുന്നു. അച്ഛനെയും അമ്മയെയും ഓർത്ത് പൊട്ടിക്കരയുന്ന ആരുവിനെ അപ്പു നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ മറുഭാഗത്ത് എഡ്ഡിയും നിന്നു. അപ്പച്ചാ, അമ്മച്ചി, നിങ്ങളുടെ ജീവനാണ് ആദ്യം എന്നെനിക്കറിയാം. ഇപ്പോൾ എൻ്റെയും. അതുകൊണ്ട് എൻ്റെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു മുള്ളു പോലും കൊള്ളാതെ ഞാൻ അവളെ സംരക്ഷിച്ചോളാം. മുന്നിലുള്ള അസ്ഥിത്തറ നോക്കി എഡ്ഡി മൗനമായി പറഞ്ഞപ്പോൾ ചന്ദനം പേറിയ ഒരു കാറ്റ് അവരെ കടന്നുപോയി. പിന്നെയും അവർ 5 പേരും അവിടെ കുറച്ചു സമയം നിന്നു. ഇതിനിടയിൽ എന്തു തന്നെ സംഭവിച്ചാലും ആരുവിനെ കണ്ട് സംസാരിക്കണമെന്ന് തീരുമാനിച്ചു കൊണ്ട് നന്ദനും ഉണ്ടായിരുന്നു അവർക്ക് പിറകെ തന്നെ. ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ എഡ്ഡി, നീ ഇവിടെ ആദ്യമായിട്ടല്ലേ? ദുഃഖം നിറഞ്ഞ സന്ദർഭത്തിന് ഒരു അഴവ് വരുത്താൻ എന്നോണം അപ്പു അതും പറഞ്ഞുകൊണ്ട് കീർത്തുവിനെയും ചേർത്ത് പിടിച്ച് വീടിന് മുന്നിലേക്ക് നടന്നു. ആരു അപ്പോഴും ഏതോ ലോകത്തെന്ന പോലെ എഡ്ഡിക്ക് പിറകിലായി നടക്കുകയായിരുന്നു. എന്നാൽ അവരെല്ലാം വീട്ടിലേക്ക് കയറി അവർക്ക് പിറകിലായി ആരുവും ഒരടി വെച്ചതും അതുവരെ ഒരു മരത്തിൻ്റെ പിറകിൽ നിന്ന നന്ദൻ ഓടി വന്ന് ഒരു കൈയാൽ ആരുവിൻ്റെ വായ പൊത്തി മറു കൈകൊണ്ട് അവളെ പൊക്കിയെടുത്ത് പിറകിലേക്ക് നടന്നത് നിമിഷനേരം കൊണ്ടായിരുന്നു. ആരു ആണേൽ അവൻ്റെ പെട്ടെന്നുള്ള അറ്റാക്കിൽ അവൻ്റെ കയ്യിൽ നിന്നും കുതറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കൈക്കരുത്തിൽ അവൾക്കൊന്നും ചെയ്യാനാവുന്നുണ്ടായിരുന്നില്ല. പേടി കാരണം അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇച്ഛായ, അവൻ്റെ കയ്യിൽ കിടന്ന് വിറച്ചു കൊണ്ടവൾ എഡ്ഡിയെ ഉള്ളാലെ വിളിച്ചതും നിമിഷനേരം കൊണ്ട് മുന്നോട്ട് നടക്കുകയായിരിക്കുന്ന നന്ദൻ്റെ മുന്നിൽ എഡ്ഡി വന്നു നിന്നിരുന്നു.